കെ.ആർ. മീര ന്യൂസ് വൺ മോർണിംഗിൽ അതിഥിയായി ഞങ്ങളുടെ കോട്ടയം ബ്യൂറോയിൽ നിന്നും ന്യൂസ് വൺ മോർണിംഗിൽ ചേരുകയാണ്. മീരയുടെ നോവൽ ആരാച്ചാരന് കഴിഞ്ഞ ദിവസമാണ് 2013 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. മീര, ആദ്യമേ തന്നെ അഭിനന്ദനങ്ങൾ. ഒപ്പം ന്യൂസ് വൺ മോർണിംഗിലേക്ക് സ്വാഗതം. നന്ദി. ആരാച്ചാർ എന്ന നോവൽ ഒരു വലിയ ക്യാൻവാസിൽ ഒരുപാട് കഥാപാത്രങ്ങളെ വെച്ച് കൊൽക്കത്ത പോലൊരു നഗരം പശ്ചാത്തലമാക്കി ചെയ്ത നോവൽ. എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് ആ നോവലിന് വേണ്ടി മീര നടത്തിയിട്ടുള്ളത്? എങ്ങനെയാണ് പ്രേക്ഷകർ വായനക്കാർ ആരാച്ചാരന് നൽകിയ പ്രതികരണം? ആരാച്ചാർ എന്ന നോവലിന് വേണ്ടി നടത്തിയ മുന്നൊരുക്കങ്ങളെ പറ്റി ഇത്ര കുറഞ്ഞ സമയത്ത് വിശദീകരിക്കാൻ എളുപ്പമല്ല. ആരാച്ചാർ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ എഴുതി തുടങ്ങിയ കാലത്ത് എന്തെങ്കിലും എഴുതുമെന്ന് തീരെ പ്രതീക്ഷിച്ചിരുന്നൊരു നോവലല്ല. എൻ്റെ മനസ്സിൽ അന്ന് ഞാൻ പിൽക്കാലത്ത് എഴുതേണ്ട നോവലുകളെ പറ്റിയൊക്കെ ധാരണ ഉണ്ടായിരുന്നെങ്കിലും ആരാച്ചാർ പോലൊരു നോവൽ ഒരിക്കലും മനസ്സിലുണ്ടായിരുന്നില്ല. അത് ആകസ്മികമായി വന്നുപെട്ടതും, പക്ഷേ അതിൻ്റെ വിത്തുകൾ, അതിൻ്റെ പശ്ചാത്തലം, അതിലൂടെ ഞാൻ സമർത്ഥിക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഒക്കെ നേരത്തെ തന്നെ മനസ്സിലുണ്ടായിരുന്നതുമാണ്. അതിൻ്റെ മുന്നൊരുക്കങ്ങൾ പറ്റി പറയുകയാണെങ്കിൽ വളരെ പലതവണ കൽക്കട്ടയിൽ പോകേണ്ടി വന്നു, ചുറ്റി നടക്കേണ്ടി വന്നു, ധാരാളം പുസ്തകങ്ങൾ വായിക്കേണ്ടി വന്നു, അതിന് വളരെ ആഴത്തിലുള്ള ഗവേഷണം തന്നെ വേണ്ടി വന്നു. അതൊക്കെ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നടത്തേണ്ടി വന്നു. അത്ര കുറഞ്ഞ സമയത്തിനുള്ളിൽ എന്നെ തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തി എഴുതിപ്പിച്ചത് വാസ്തവത്തിൽ മാധ്യമ ആഴ്ചപ്പതിപ്പിൻ്റെ എഡിറ്റർ ശ്രീ പി.കെ. പാറക്കടവാണ്. പി.കെ. പാറക്കടവിനെ പോലെ ഒരു പത്രാധിപർ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരു പക്ഷേ ആ നോവൽ ഒരിക്കലും സംഭവിക്കുമായിരുന്നില്ല എന്നതാണ് വാസ്തവം. സമൂഹത്തിൽ വളരെ വിശാലമായൊരു ഭൂമികയിലേക്ക് പറഞ്ഞോളൂ മീര. കൽക്കട്ട പോലെ വളരെ വിശാലമായൊരു ഭൂമികയിലേക്ക് അവിടെ ജനിച്ചു വളർന്നിട്ടില്ലാത്ത എന്നെപ്പോലെ ഒരാൾ, അതും കേരളത്തിൽ ജനിച്ചു വളർന്നിട്ടുള്ള എന്നെപ്പോലെ ഒരാൾ കടന്നു ചെന്ന് അവരുടെ ജീവിതം ഒപ്പിയെടുക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ സാഹസമായിരുന്നു. അത് സാധിച്ചു. അതിന് ബംഗാളികളായ വായനക്കാർ പോലും അതിൻ്റെ ഇംഗ്ലീഷ് വിവർത്തനം വായിച്ച് നല്ല അഭിപ്രായം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നതിലാണ് എൻ്റെ യഥാർത്ഥത്തിലുള്ള സന്തോഷം. സമൂഹത്തിൽ ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ നടക്കുന്ന മാധ്യമ ഇടപെടലുകളെ പറ്റി കഥയിൽ പരാമർശമുണ്ട്. ധാർമ്മികത നഷ്ടമാവുന്ന വാണിജ്യവൽക്കരണത്തെ പറ്റി പറയുന്നു. കെ.ആർ. മീര എന്ന ഒരു ആക്ടിവിസ്റ്റിന്റെ ഉള്ളിലുള്ള ചിന്തകൾ തന്നെയാണ് ഇതൊക്കെ? തീർച്ചയായും. ഞാനൊരു ആക്ടിവിസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ എഴുത്തിലൂടെ ഞാൻ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ചില ചിന്തകളും ചില കാഴ്ചപ്പാടുകളും ഉണ്ട്. അത് ആക്ടിവിസത്തിൽ നിന്ന് വളരെയൊന്നും വിഭിന്നമല്ല താനും. മാധ്യമ ഇടപെടലുകൾ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലൊട്ടാകെ, ലോകത്തൊട്ടാകെ ശബ്ദമില്ലാത്തവർക്ക് ശബ്ദം നൽകാനും വെളിച്ചം ലഭിക്കാത്തവർക്ക് വെളിച്ചം നൽകാനും ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. പക്ഷെ പലപ്പോഴും ഒരു വലിയ വാണിജ്യവൽക്കരണത്തിന്റെ ഭാഗമായി, ഒരു വിപണിയുടെ ഭാഗമായി മാധ്യമങ്ങൾ മാറുമ്പോൾ ഇത് സംഭവിക്കുന്നില്ല. മറിച്ച് ഇതിന്റെ നേരെ വിപരീതമായൊരവസ്ഥയിലേക്ക് സമൂഹത്തെ തള്ളിവിടുകയും ചെയ്യുന്നു. ഇത് തീർച്ചയായും എന്നെ അലട്ടുന്നുണ്ട്. വരുന്ന ആളുകളിൽ ഇതിന്റെ പരിണത എന്താണെന്ന് ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഒരുപക്ഷെ അതായിരിക്കണം ആരാച്ചാർ എന്ന നോവൽ എഴുതുമ്പോൾ എന്നെ സ്വാധീനിച്ച ഒരു കാര്യം. പക്ഷേ അതിനപ്പുറം ഈ സ്ത്രീ ശാക്തീകരണത്തെപ്പറ്റി നാം ധാരാളം സംസാരിക്കാറുണ്ട്. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഒരു പൊള്ളത്തരം പലപ്പോഴും മാധ്യമങ്ങൾ പുറത്തു കാണിക്കാറില്ല. മാധ്യമങ്ങളിലൂടെയാണ് സ്ത്രീ പദവി മെച്ചപ്പെടുത്താനും സമൂഹത്തിലെ അരിക ജീവിതങ്ങൾക്ക് പുതിയൊരു ആകാശം നൽകാനും സാധിക്കേണ്ടതെങ്കിലും പലപ്പോഴും അത് മറന്നുപോകുന്നൊരവസ്ഥ കാണുന്നുണ്ട്. ആരാച്ചാർ എഴുതുമ്പോൾ അത് തീർച്ചയായും എന്നെ സ്വാധീനിച്ചിരുന്നു. സാഹിത്യം നമ്മുടെ ഒരു പ്രഥമ പരിഗണന അല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി. നമ്മുടെയൊക്കെ ഒരു തലമുറയിൽ നിന്ന് വിഭിന്നമായി പുതിയ തലമുറയ്ക്ക് അത് ഒരു അനിവാര്യമായ, അല്ലെങ്കിൽ നമുക്കൊക്കെ അഭയം പലപ്പോഴും എഴുത്ത്, കവിത ഒക്കെ ആയിരുന്നു എന്ന് ഉള്ള ഒരു കാലത്തിൽ നിന്ന് അത് ഏറെ മാറിപ്പോകുന്നു. താങ്കൾ ഇപ്പോൾ പറഞ്ഞ പോലെ ഈ മാധ്യമ ഇടപെടലുകൾ പോലും ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സാഹിത്യത്തെ അരികുകളിലേക്ക് തള്ളി നീക്കുന്ന രീതിയിലാണ് അവരുടെ പ്രവർത്തനവും പോകുന്നത്. വളരെ ശരിയാണ്. പക്ഷേ അത് സമൂഹം എന്ന നിലയിലുള്ള നമ്മുടെ പരാജയത്തെയാണ് കാണിക്കുന്നത്.
സമീപകാലത്ത് നമ്മുടെ പത്രമാധ്യമങ്ങളിൽ, അച്ചടി മാധ്യമങ്ങളിൽ, ഇലക്ട്രോണിക് മാധ്യമങ്ങളിൽ സാഹിത്യത്തിനും എഴുത്തിനും നൽകുന്ന സ്ഥാനം ശ്രദ്ധിച്ചാൽ തന്നെ അത് മനസ്സിലാവും. സമൂഹം എന്ന നിലയിൽ നമ്മൾ നേരിടുന്ന പല പ്രശ്നങ്ങളുടെയും ഒരു വേരുകൾ എവിടെയാണുള്ളതെന്ന്. എൻ്റെ കാഴ്ചപ്പാട് ഫിക്ഷന് അല്ലെങ്കിൽ ഒരു സാഹിത്യത്തിന് നൽകാൻ കഴിയുന്ന ആനന്ദത്തിന് പകരം വയ്ക്കാനുള്ളതൊന്നും ഇനിയും മനുഷ്യൻ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇതിനെ അവഗണിച്ച് സാങ്കേതികതയുടെ സഹായത്തോടെയുള്ള മറ്റാനന്ദങ്ങൾ തേടാൻ ശ്രമിക്കുമ്പോഴൊക്കെ സംഭവിക്കുന്ന ഒരു ശൂന്യതയും തിരിച്ചടിയും നമ്മളിന്ന് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് അധികം തുടരാൻ സാധിക്കുകയില്ല എന്ന് തന്നെയാണ് ഞാൻ ഉൾപ്പെടെയുള്ള എൻ്റെ സമകാലികരായ എഴുത്തുകാരുടെ വിശ്വാസമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം സമൂഹം എപ്പോഴും സാഹിത്യത്തിലേക്ക് തിരിച്ചു വന്നേ പറ്റൂ, സാഹിത്യത്തിന്റെ ആനന്ദങ്ങളിലേക്ക് തിരിച്ചു വന്നേ പറ്റൂ. അത് സംഭവിക്കുക തന്നെ ചെയ്യും. അതെ, അത് തിരിച്ചു വരും എന്നത് നമ്മുടെ പ്രത്യാശയാണ്. പക്ഷേ ഈ കാലയളവിൽ ഒരു എഴുത്തുകാരി എന്ന നിലയ്ക്ക് എങ്ങനെയാണ് ഒരു അതിജീവനം സാധ്യമാവുന്നത്? അല്ലെങ്കിൽ സ്വന്തം ശബ്ദം കേൾപ്പിക്കാൻ, ഇടപെടാൻ ഉള്ള പരിമിതികൾ അതിനെങ്ങനെയാണ് മറികടക്കാൻ കഴിയുക? അത് എഴുത്തുകാരി കമലാ സുരയ്യയുടെ ഒരു പ്രശസ്തമായ വാക്കുകളുണ്ട്. അതായത് എഴുത്തുകാർ സംസാരിക്കുന്നത് ഒഴിഞ്ഞ ഓഡിറ്റോറിയത്തോടാണ്. ഒഴിഞ്ഞ കസേരകളായിരിക്കും മുന്നിൽ, കേൾവിക്കാർ, ശ്രോതാക്കൾ പിന്നീട് വന്നു ചേരുകയുള്ളൂ. എഴുത്തുകാരുടെ എല്ലാം കടമയും ധർമ്മവും അതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആളെ കൂട്ടുക എഴുത്തുകാരന്റെ ജോലിയല്ല, എഴുത്തുകാരിയുടെ ജോലിയല്ല. പറയാനുള്ളത് പറഞ്ഞു നിൽക്കുകയും കാലത്തിലേക്ക് അത് രേഖപ്പെടുത്താൻ കാത്തിരിക്കുകയും ചെയ്യാൻ മാത്രമേ എഴുത്തുകാർക്ക് സാധിക്കുകയുള്ളൂ. പക്ഷേ മീരയുൾപ്പെടെയുള്ള ആളുകളുടെ ആ തലമുറ സിനിമയിലാണ് കൂടുതൽ ഇടം കണ്ടെത്താൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എഴുത്ത് അവിടെ നിലനിൽക്കുകയും ഒപ്പം തന്നെ സിനിമയിൽ കൂടി ഇടപെടൽ നടത്തിക്കൊണ്ട് പോകാനും ആണ് ഇപ്പോൾ ഒരു തലമുറ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അതുകൂടി വേണം എന്നായിരിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ തെറ്റായ ഒരു ആരോപണമാണ്. ഞാനൊരിക്കലും സിനിമക്കാർക്ക് പുറകെ എനിക്കൊരു അവസരം തരണമേ എന്നെ തേടി, അത് തെറ്റാണെന്നല്ല എനിക്ക് മനസ്സിലായി. ഞാനത് അതിലേക്ക് വരികയാണ്. സിനിമ സാഹിത്യത്തിന് താഴെ നിൽക്കുന്ന ഒരു കലാരൂപമായിട്ടാണ് അന്നും ഇന്നും എന്നും ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എഴുത്തുകാരി അല്ലെങ്കിൽ എഴുത്തുകാരനാണ് രാജാവ്, അതിന്റെ ദൈവം, അതിന്റെ നിയാമക ശക്തി. പക്ഷെ സിനിമയിൽ അങ്ങനെയല്ല. അത് ഒരു കൂട്ടം ജനങ്ങളുടെ, അത് സംവിധായകൻ മുതൽ നിർമ്മാതാവ് മുതൽ ലൈറ്റ് ബോയ് വരെയുള്ള അല്ലെങ്കിൽ പ്രൊഡക്ഷന്റെ ചായ കൊടുക്കുന്ന ആളുകൾ വരെയുള്ള വളരെ കൂട്ടായ അർപ്പണബോധത്തിന്റെ ഒരു ഫലമാണ്. അവിടെ എഴുത്തുകാരന് മാത്രമായിട്ടോ സംവിധായകന് മാത്രമായിട്ടോ ആർട്ടിസ്റ്റിന് മാത്രമായിട്ടോ ക്യാമറമാന് മാത്രമായിട്ടോ യാതൊരു സ്ഥാനവുമില്ല. പക്ഷെ സാഹിത്യരചനയിൽ അതങ്ങനെയല്ല സംഭവിക്കുന്നത്. അതവിടെ എഴുത്തുകാർ തന്നെയാണ് അതിന്റെ അതിന്റെ അധിപയും അതിന്റെ ഉടമയും അതിന്റെ എല്ലാ നന്മതിന്മകൾ ഏറ്റുവാങ്ങുന്ന ആളും. ആ സ്ഥിതിക്ക് സാഹിത്യത്തിന് ഒരു പടി താഴെ നിൽക്കുന്ന ഒരു കലാരൂപമായി മാത്രമേ എനിക്ക് സിനിമയെ കാണാൻ സാധിക്കുള്ളൂ. ഒരു പുസ്തകം പലരുടെ കയ്യിലെത്തുമ്പോൾ പല പുസ്തകങ്ങളായി മാറുന്നു എന്ന് പറയുന്നത് പോലെ ആ സാഹചര്യത്തിൽ സിനിമയിൽ എന്തുകൊണ്ട് ഇടപെടുന്നു എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. പലപ്പോഴും എഴുത്തുകാർ അവർക്ക് ഒരു കൂടുതൽ അംഗീകാരം ലഭിക്കാൻ, സാധ്യതകൾ തിരിച്ചറിയാൻ, ഈവൻ സാമ്പത്തികമായ ഒരു കെട്ടുറപ്പ്, ഒരു അടിത്തറ ഉണ്ടാകാൻ പലപ്പോഴും സിനിമ പോലെയുള്ള വലിയ വിപണിയുടെ ഭാഗമായ വലിയ സാമ്പത്തിക ലാഭമുള്ള കലാരൂപങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നു. അത് പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. അത് സമൂഹമെന്ന നിലയിൽ നമ്മുടെ പരാജയത്തെയാണ് കാണിക്കുന്നത് എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ പലപ്പോഴും എഴുത്തുകാർക്ക് അവരർഹിക്കുന്ന ഒരു പിന്തുണ സമൂഹത്തിന്റെ ഭാഗത്തുനിന്നോ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നോ കിട്ടുന്നില്ല എന്ന് കൂടി അപ്പോൾ നമുക്ക് പറയേണ്ടി വരും. നമുക്കറിയാം, ഏതെങ്കിലും മീറ്റിങ്ങുകൾക്കൊക്കെ പോകുമ്പോൾ ഒരു 1-2 സിനിമയിൽ മുഖം കാണിച്ചിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് കൊടുക്കുന്ന മാധ്യമ ശ്രദ്ധയും ജനങ്ങളുടെ പരിഗണനയും വർഷങ്ങളായി എഴുതി തെളിഞ്ഞ വളരെ സീനിയറായ എഴുത്തുകാർക്ക് പോലും കിട്ടുന്നില്ല എന്ന സത്യം. അത് കാണാതിരുന്നുകൂടാ. അത് സമൂഹം എന്ന നിലയിലുള്ള നമ്മുടെ വിവരക്കേടിനെയും നമ്മുടെ പരാജയത്തെയുമാണ് കാണിക്കുന്നതെന്ന് പറയാതെ വയ്യ. മീര 4 സീരിയലുകൾക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട്. ഒപ്പം ഒരേ കടലിന്റെ തിരക്കഥ എഴുതിയിട്ടുണ്ട്. ഇവിടെയൊക്കെ മീര നേരത്തെ സൂചിപ്പിച്ചതുപോലെ എഴുത്തുകാരിയുടെ ഒരു സ്വേച്ഛാധിപത്യം നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? പല വിട്ടുവീഴ്ചകൾക്കും തയ്യാറാകേണ്ടി വരില്ലേ?
ഒരിക്കലുമില്ല. സീരിയൽ എഴുതുമ്പോൾ തീർച്ചയായും ഒരുപാട് വിട്ടുവീഴ്ചകൾക്ക് ഒരു ഇലക്ട്രോണിക് മീഡിയയുടെ ഭാഗമായിരിക്കുന്ന നിങ്ങൾക്ക് തന്നെ അത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരാതെ മനസ്സിലാവേണ്ടതാണ്. ഒരുപാട് വിട്ടുവീഴ്ചകൾ, ഒരുപാട് ഒത്തുതീർപ്പുകളൊക്കെ വേണ്ടിവരും. അവിടെ എനിക്ക് പൂർണ്ണമായ ഒരു സംതൃപ്തി എഴുത്തുകാരി എന്ന നിലയിൽ കിട്ടാറില്ല, കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല. പക്ഷെ എഴുത്തിൽ അങ്ങനല്ല. ഞാനൊരു കഥ എഴുതുമ്പോൾ, ഒരു നോവൽ എഴുതുമ്പോൾ, അല്ലെങ്കിൽ ലേഖനം എഴുതുമ്പോൾ അതല്ല സംഭവിക്കുന്നത്. അത് തീർച്ചയായും വലിയ ഒരു കടലിലെ ചെറിയ മീനായിരിക്കുന്നതിനേക്കാൾ ചെറിയ കുളത്തിലെ വലിയ മീനായി ജീവിക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ കരുതുന്നു. ഏതായാലും വളരെ അപൂർവമായിട്ടായിരിക്കും ഒരു ടെലിവിഷൻ ചാനലിൽ, പ്രത്യേകിച്ച് ഒരു പ്രഭാതം പരിപാടിയിലൊക്കെ ഒരു എഴുത്തുകാരിക്ക് ഇടം കിട്ടുക എന്ന സംഭവം. ഏതായാലും അത് ഇവിടെയെങ്കിലും സംഭവിക്കുന്നു, വളരെ അപൂർവമായിട്ടാണെങ്കിലും. ഇത്തരം പങ്കുവെക്കാനുള്ള ഇടങ്ങൾ, മീഡിയ വണ്ണിനെയും മാധ്യമത്തെയും എനിക്ക് ഞാൻ പറയുന്നത്, ഇത്തരം ഇടങ്ങൾ മാധ്യമം കുറഞ്ഞു പോകുന്നത് ഒരു ഇപ്പോൾ അടുത്ത കാലത്താണ്. കഴിഞ്ഞ കുറേ ബഷീറിൻ്റെയൊക്കെ ആ ഒരു തലമുറയുടെ കാലം കഴിഞ്ഞിട്ടാണ് എഴുത്തുകാരന് അംഗീകാരം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് മലയാളം മാറിയത്, അല്ലെങ്കിൽ എഴുത്തുകാരിക്ക് അംഗീകാരം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് മലയാളം മാറിയത്. അതിൽ നിന്ന് വളരെ നമ്മൾ മുന്നോട്ട് പോയി, പക്ഷേ വീണ്ടും പിറകോട്ടടി തന്നെ സംഭവിക്കുകയും ആണ് ഇപ്പോൾ. എന്ന് പറയാമോ? അങ്ങനെ ഒരു വളരെ ഉറപ്പോടെ അത്തരം കാര്യങ്ങളിൽ ഒരു തീരുമാനം പറയാൻ നമുക്ക് ആർക്കും സാധിക്കുകയില്ല എന്നാണ് ഒരു പഴയ മാധ്യമപ്രവർത്തക എന്ന നിലയിൽ എൻ്റെ വിശ്വാസം. പക്ഷേ എനിക്ക് പറയാനുള്ളത്, തീർച്ചയായും എഴുത്തിൻ്റെ ഒരു ഇടം തിരിച്ചു വരിക തന്നെയാണ്. മാധ്യമത്തിൽ ആരാച്ചാർ പോലൊരു നോവൽ 52 അധ്യായം 53 അധ്യായങ്ങളിലായിട്ടത് ഖണ്ഡിച്ച പ്രസിദ്ധീകരിച്ചപ്പോൾ എനിക്ക് ലഭിച്ച ഒരു വായനക്കാരുടെ പിന്തുണയും സ്നേഹവാത്സല്യങ്ങളുണ്ട്. അത് എഴുത്തുകാരി എന്ന നിലയിൽ എൻ്റെ ശബ്ദത്തിനൊരു പ്രാധാന്യമുണ്ട്, അല്ലെങ്കിൽ അതിനൊരു വിലയുണ്ട് എന്ന് എനിക്ക് തന്നെ ബോധ്യപ്പെടുത്തിയൊരു അനുഭവമായിരുന്നു. മീഡിയ വൺ ചാനലിൻ്റെ തുടക്കത്തിൽ പല പരിപാടികളിലും ഞാൻ ഭാഗഭാക്കായിരുന്നിട്ടുണ്ട്. അന്നും മീഡിയ വൺ മുന്നോട്ട് വെച്ച ചില മാധ്യമത്തിൻ്റെ ആദർശങ്ങളെപ്പറ്റി നമുക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം പുതിയ കാലത്ത് വിപണിയുടെ ഭാഗമാകാതെ സ്വതന്ത്രമായി ശബ്ദമില്ലാത്തവർക്ക് ശബ്ദം നൽകാനുള്ളൊരു സാധ്യതയായി നിലകൊള്ളുന്നു എന്നൊരു പ്രതീക്ഷ അത് ഉണർത്തിയിരുന്നു. മുന്നോട്ടുള്ള കാലത്ത് മാത്രമേ ഇത് എത്രത്തോളം സാധിച്ചെടുക്കാൻ പറ്റുന്നുള്ളൂ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അത് പിന്നീട് കാലം വിലയിരുത്തേണ്ടതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ എഴുത്തിനെ പിന്നിലേക്ക് തള്ളി നീക്കുമ്പോൾ മാധ്യമങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു അപജയം അവരിന്ന് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. എഴുത്തുകാരില്ലാതെ, സാഹിത്യമില്ലാതെ, എഴുത്തുകാരുടെ ഒരു വസന്തമില്ലാതെ, അത് ഒരാൾ എഴുതിയതുണ്ട്, ഒരു കെ ആർ മീരയോ അല്ലെങ്കിൽ ഒരു സുഭാഷ് ചന്ദ്രനോ ഒരു സന്തോഷ് കുമാറോ ഒന്നും എഴുതിയത് കൊണ്ട് മാത്രം സാഹിത്യമോ സമൂഹമോ രക്ഷപ്പെടുകയില്ല. അത് ഒരു സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാടിനെ പ്രതിഫലിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. എഴുത്തിനോട്, എഴുത്തിന്റെ ആനന്ദത്തോട്, എഴുത്തിന്റെ പിന്നിലുള്ള ധാർമ്മികമായ വലിയൊരു ഉത്തരവാദിത്വത്തോട് ഒക്കെ സമൂഹം പുലർത്തേണ്ട ചില ബാധ്യതകളെപ്പറ്റി, സമൂഹം നൽകേണ്ട പിന്തുണയെപ്പറ്റി മറന്നുപോയിക്കൂടാ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു പുരസ്കാരം കിട്ടുമ്പോൾ മാത്രമല്ല നമ്മൾ എഴുത്തുകാരെ അന്വേഷിച്ച് പോകേണ്ടത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുരസ്കാരം കിട്ടുന്നത് ഒരു പക്ഷേ എഴുത്തുകാർക്ക് നമ്മുടെ സാഹചര്യത്തിൽ, ഇപ്പോൾ വിദേശത്തൊക്കെ ആണെങ്കിൽ എഴുതാൻ വേണ്ടി ഗ്രാൻറ്റുകളുണ്ട്, ഫെലോഷിപ്പുകളുണ്ട്. എഴുത്തുകാർക്ക് ഒരു സാമ്പത്തിക സുരക്ഷിതത്വം നൽകാനുള്ള സമൂഹത്തിന്റെ ഇടപെടലുകൾ അവിടെ കൂടുതൽ നടക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഒരിക്കലും എഴുതാൻ വേണ്ടി ഒരു എഴുത്തുകാരി അല്ലെങ്കിൽ എഴുത്തുകാരനെ സഹായിക്കുന്ന ഒരു കാഴ്ചപ്പാടില്ല, അങ്ങനെ ഒരു സമീപനമില്ല. അങ്ങനെ അത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു ശീലവുമല്ല. എനിക്ക് എഴുതാനുണ്ട് എന്ന് പറഞ്ഞ് എനിക്കൊരു മീറ്റിംഗിൽ നിന്നോ ഒരു കുടുംബത്തിന്റെ ഒരു ആവശ്യത്തിൽ നിന്നോ ഒഴിഞ്ഞു നിൽക്കാനുള്ള ഒരു അനുവാദം സ്ത്രീ എന്ന നിലയിലോ ഒരു കുടുംബിനി എന്ന നിലയിലോ ഈ സമൂഹത്തിലെ ഒരു അംഗം എന്ന നിലയിലോ എനിക്കൊരിക്കലും കിട്ടാറില്ല. അപ്പോൾ എഴുത്തിനോടുള്ള നമ്മുടെ ഒരു കാഴ്ചപ്പാട്, എഴുത്ത് എങ്ങനെയും നടക്കാവുന്ന ഒന്നാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. അത് മാറേണ്ടിയിരിക്കുന്നു. വളരെ ഗൗരവമുള്ള ഒരു കർമ്മമാണെന്നും ഈ കർമ്മം ഇന്നത്തേക്ക് മാത്രമല്ല ആവശ്യം, വരാൻ പോകുന്ന ഒരുപാട് തലമുറകൾക്ക് വേണ്ടി സമൂഹത്തിന്റെ വൈകാരിക ചരിത്രത്തെ രേഖപ്പെടുത്തുന്ന ഒരു വലിയ ബാധ്യതയാണെന്നും തിരിച്ചറിയാൻ നമ്മുടെ സമൂഹം എന്ന് പാകപ്പെടുന്നുവോ അന്ന് നമ്മുടെ സാഹിത്യം നന്നാവും, സമൂഹം നന്നാവും, മനുഷ്യൻ നന്നാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. മീര, അടുത്ത വർക്കിനെ കുറിച്ചുള്ള ആലോചനകൾ? അത് തുടങ്ങിക്കഴിഞ്ഞു. അത് തീർച്ചയായും കേരളത്തിന്റെ പശ്ചാത്തലത്തിലുള്ളൊരു രചനയാണ് അത്. കാരണം കൽക്കട്ട പോലെ തീർത്തും അപരിചിതമായൊരു ഭൂമികയിൽ അതിൽ അഭിരമിക്കുന്ന, അതിന്റെ ഇന്ത്യൻ ചരിത്രം മുഴുവൻ
ഒരു സ്ത്രീയുടെ കാഴ്ചപ്പാടിലൂടെ തമസ്കരിക്കപ്പെടുന്ന സ്ത്രീ ജീവിതങ്ങളുടെ ഒരു രേഖപ്പെടുത്തലിന് വേണ്ടി അവിടെ എല്ലാം സഞ്ചരിച്ച് തിരിച്ചു ലോകം മുഴുവൻ ചുറ്റി തിരിച്ചു വന്ന് ക്ഷീണിച്ച് വന്ന് സ്വന്തം വീട്ടിലേക്ക് വരുന്ന ഒരവസ്ഥയിൽ തീർച്ചയായും കേരളത്തിന്റെ പശ്ചാത്തലത്തിലുള്ള ഒരു രചനയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ എഴുത്തിന്റെ ഒരു വലിയ പ്രത്യേകത നമ്മൾ എഴുതി കഴിഞ്ഞിട്ട് എഴുതിയതിനെപ്പറ്റി പറയാൻ പറ്റൂ. കാരണം എഴുത്തിന്റെ ഒരു വലിയ വെല്ലുവിളി അതാണ്. മനസ്സിലുള്ളത് സംഭവിക്കണം കടലാസിൽ. മീര, ഒരു പെണ്ണെഴുത്തുകാരി എന്നൊക്കെ വിളിക്കപ്പെടുമ്പോൾ എന്താണ് തോന്നാറുള്ളത്? അത് ആണെഴുത്തുകാരന്മാരല്ലേ വിളിക്കുന്നത്. എനിക്ക് അതിനോട് യാതൊരു ബഹുമാനവും തോന്നാറില്ല. എഴുത്തുകാരി പെണ്ണായാലും ആണായാലും എഴുത്താണ് പ്രധാനം. എഴുത്തുകാരി ചിലപ്പോഴൊക്കെ പുരുഷനാവാറുണ്ട്, എഴുത്തുകാരൻ ചിലപ്പോഴൊക്കെ സ്ത്രീയും ആകാറുണ്ട്. ഈ സ്ത്രീ പുരുഷ വേർതിരിവുകൾ സമൂഹം അടിച്ചേൽപ്പിക്കുന്നതാണ്. ജെൻഡർ വാല്യൂസിനെ പറ്റി നമ്മൾ പഠിച്ചു വരുമ്പോൾ, അതിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, അതിന്റെ ശാസ്ത്രം പഠിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നത് ആണ് പെണ്ണ് എന്നൊക്കെ ഉള്ളത് സമൂഹ നിർമ്മിതികളാണ്. ഇതിനൊക്കെ അപ്പുറത്തുള്ള മനുഷ്യാവസ്ഥകളുടെ കൃത്യമായ രേഖപ്പെടുത്തലാണ് നമ്മൾ എഴുത്തുകളിലൂടെ ഒരു എഴുത്തുകാരനും എഴുത്തുകാരിയും ആഗ്രഹിക്കുന്നതും ചെയ്യേണ്ടത്. അത് ചെയ്യാതിരിക്കുമ്പോഴാണ് നമുക്ക് ആണാണോ പെണ്ണാണോ, ഇവരുടെ ജാതി എന്താണ്, മതം എന്താണ്, ഇവരുടെ സാമ്പത്തിക സ്ഥിതി എന്താണ്, ജോലി എന്താണ്, ഇവരുടെ സമൂഹത്തിലുള്ള രാഷ്ട്രീയം എന്താണെന്നൊക്കെ അന്വേഷിക്കേണ്ടി വരുന്നത്. അതൊന്നും അന്വേഷിക്കാതെ എഴുത്ത് സമൂഹത്തിന്റെ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വൈകാരിക ചരിത്രത്തിന്റെ അടയാളപ്പെടുത്തലാണ്. എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരി അത്ര ഗൗരവതരമായ ഒരു കർമ്മത്തിൽ മുഴുകുകയാണ് എന്ന ബോധ്യത്തോടെ അതിനെ സമീപിക്കുമ്പോൾ ഇത്തരം വേർതിരിവുകൾ ആവശ്യമില്ലാതെ വരുന്നു. ആണെഴുത്തുകാരികളും പെണ്ണെഴുത്തുകാരന്മാരും ഈ നാട്ടിലുണ്ടാവുന്നു. അങ്ങനെ ഉണ്ടാവുന്ന ഒരു കാലത്ത് നമ്മുടെ സാഹിത്യവും സമൂഹവും മെച്ചപ്പെടും. വളരെ നന്ദി KR മീര, ഞങ്ങളോട് സഹകരിച്ചതിന്, അല്പസമയമെങ്കിലും മാറ്റിവെക്കാൻ കഴിഞ്ഞതിന്. ഏതായാലും പുതിയ വർക്കും ശ്രദ്ധിക്കപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ നന്ദി. എല്ലാ ആശംസകളും.